ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ തക്കോണം ഈ മത്സരാർത്ഥികളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാവിധമായ സാങ്കേതിക സംവിധാനങ്ങളെയും ക്രമീകരണങ്ങളെയും യേശു അവിടുത്തെ മുറിചാരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം അനുഗ്രഹീതമായിട്ട് റെക്കോർഡ് ചെയ്യുവാനും പ്രക്ഷേപണം ചെയ്യുവാനും തക്കവണ്ണമുള്ള മുഖാന്തരം ഒരുക്കി ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ കർത്താവ് ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിനെ നാം ഉയർത്തപ്പെടുവാനും അവിടുത്തെ വചനം അനേകർക്ക് കർത്താവെ പകർന്നു കൊടുക്കുവാൻ തക്കതിനോണം എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന ഈ മെഗാ ബൈബിൾ ക്വിസ് മത്സരത്തിൻ്റെ 4ാം സ്റ്റേജിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഹെർമോൺ സ്റ്റേജ്. അതിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മുൻ സ്റ്റേജുകളെ അപേക്ഷിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ സ്റ്റേജിലില്ല. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ചോദ്യമായിരിക്കും നൽകപ്പെടുന്നത്. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, ഉത്തരം തെറ്റാണെങ്കിൽ -1 മാർക്ക്, ഉത്തരം നൽകുന്നില്ല എങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്, പാസ് എന്ന് പറഞ്ഞാൽ മതി. സോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതമുണ്ടാവും. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അടുത്തതായിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്ന മിസ്റ്റർ അരുൺ ജേക്കബിൽ നിന്നായിരിക്കും. ഇതും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം നൽകിക്കൊണ്ടായിരിക്കും ന്യൂ ടെസ്റ്റ്മെൻറ്റ് പൂർണ്ണമാക്കുന്നത്. അടുത്തത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ക്രിസ്ത്യൻ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി തുടങ്ങിയവയെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ, ബൈബിളിനെ കുറിച്ചുള്ളതും. അത് ആരംഭിക്കുന്ന ഉദയ എസ് എന്നാണ്. ഓരോ ചോദ്യം ആളാം പ്രതി ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 2 സ്റ്റേജുകളിൽ 2 ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കും. എന്നാൽ 3ാം സ്റ്റേജിൽ നാം അത് മാറ്റി അത് 2 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാക്കി. എന്നാൽ കഴിഞ്ഞ സ്റ്റേജിൽ പങ്കെടുത്ത അനേക മത്സരാർത്ഥികൾ കൂടുതൽ അവസരം ലഭിക്കേണ്ടതിനായിട്ട് ബൈബിൾ ബമ്പർ ക്വസ്റ്റ്യൻസ് കൂട്ടണം എന്നാവശ്യപ്പെടുകയുണ്ടായി. പൊതുചോദ്യങ്ങളാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അതിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുടെ മാനിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ബൈബിൾ ബമ്പർ റൗണ്ടിൽ 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. ഇപ്പോൾ ബൈബിൾ ബമ്പർ റൗണ്ടിന് 15 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പൊതുചോദ്യങ്ങളാണ്. ആര് ആദ്യമേ ബസർ അമർത്തുന്നു അവർക്കായിരിക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരം നൽകുവാനുള്ള അനുവാദം ലഭിക്കുന്നത്. അതാണ് ബൈബിൾ ബമ്പർ റൗണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ പ്രാവശ്യത്തെ ഒരു പുതിയ റൗണ്ടാണ് വോയിസ് ഓഫ് ടൈംസ് എന്ന് പറയുന്ന പ്രസംഗത്തിൻ്റേതായിട്ടുള്ള റൗണ്ട്. ഓരോരുത്തർക്കും 7 മിനിറ്റ് വീതം പ്രസംഗിക്കുവാൻ ലഭിക്കും. 7 മിനിറ്റിൽ കവിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മാർക്സ് കുറയുമെന്നർത്ഥം. മിനിമം 6 മിനിറ്റ് പ്രസംഗിക്കണം. 6 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാർണിംഗ് ബെൽ ലഭിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പോയിൻറ്റ്സ് ക്രോഡീകരിച്ച് 7 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ്. അപ്പോൾ 7 മിനിറ്റാണ്. അതിന് മാർക്സ് 7 മാർക്കാണ്. 7 മാർക്കാണ് ഓരോരുത്തർ ലഭിക്കുന്നത്. പ്രസംഗത്തിൻ്റേതായിട്ടുള്ള
വിവിധ തലങ്ങൾ വെച്ചായിരിക്കും അതിന് മാർക്കുകൾ ലഭിക്കുന്നത്. നമ്മുടെ വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്നുള്ളതാണ്. നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വോയിസ് ഓഫ് ടൈംസ് എന്ന പുതിയ റൗണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി ചോദിച്ചാൽ. ബസർ റൗണ്ട് ബസർ പ്രസ് ചെയ്യുന്ന ആളിനോട് ഒരു ക്വസ്റ്റ്യനാണ്. അല്ല, ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കാ മറുപടി പറയാൻ അറിയാമെങ്കിൽ പ്രസ് ചെയ്യുക, ബസർ പ്രസ് ചെയ്യുക. ആദ്യമേ ബസർ പ്രസ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും മറുപടി പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ. ഈ പ്രാവശ്യം നമ്മൾ 5 ചോദ്യങ്ങളുണ്ട്. മാർക്ക് 3 മാർക്ക് വീതം ഒരുപോലെ 15 മാർക്ക്. എല്ലാവർക്കും കൂടുതൽ അവസരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ 5 ചോദ്യം വീതം 5 മാർക്ക് വീതം 2 ചോദ്യമായിരുന്നു. അപ്പോൾ 2 ചോദ്യമല്ല, ബാക്കിയുള്ളവർക്കൂടെ ഒരു പൊതുചോദ്യം ആകുമ്പോൾ എല്ലാവർക്കും അവസരം ഒരുപോലെയാണ്. അപ്പോൾ ആരാണ് ആദ്യമേ ബസർ അമർത്തി പറയുന്നത് വെച്ചാൽ അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റേ ചാൻസ് നഷ്ടപ്പെടുന്നുള്ളൊരു സജഷൻ, അവരുടെ അഭിപ്രായം പറഞ്ഞത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് 15 മാർക്ക് അതിനായിട്ട് അലോട്ട് ചെയ്തിട്ട് ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വരും. റൈറ്റ്. ആദ്യമേ ബസർ അമർത്തി ഉത്തരം തെറ്റാണെങ്കിൽ മൈനസ് മാർക്കുണ്ട്. അതുകൊണ്ട് പിന്നീട് ബസർ അമർത്തിയിട്ട് വേണം പിന്നെ മറുപടി. അതിൻ്റെ ഇടയ്ക്ക് മറുപടി പറയാൻ സാധ്യമല്ല. രണ്ടാമത് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ബസർ പ്രവർത്തനം. അതാണല്ലോ അതിൻ്റെ ക്രമീകരണം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ബസർ അമർത്തിയാൽ ഒരു വിഷയമില്ല. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് തൻ്റെ ഉള്ളതുകൊണ്ടാണല്ലോ ബസർ അമർത്തുന്നത്. ഇപ്പം ദാവീദ് എന്ന് പറയുമ്പോൾ ദാവീദിനെ കുറിച്ചുള്ള ഏത് വിഷയവും രോഷിക്ക് മറുപടി പറയാൻ കഴിയുമെന്നുള്ള തൻ്റെ അടുത്തോടുകൂടിയാണ് ബസർ അമർത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. ബസർ എപ്പോഴമർത്തുന്നു എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും. പക്ഷേ താങ്കൾ ബസർ അമർത്താൻ എനിക്ക് യാതൊരു പരാതിയില്ല. കാരണം താങ്കൾക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. റൈറ്റ്. ബസർ റൗണ്ട് ഇത് ഒരാൾ ആദ്യം പ്രസ് ചെയ്തിരിക്കട്ടെ. അപ്പം ആ ആൾ പറയുന്ന ആൻസർ തെറ്റാണെങ്കിൽ അടുത്ത ആൾക്ക് ചാൻസ്. ആൻസർ തെറ്റാണ്, ഞാൻ ആൻസർ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രസ് ചെയ്യും. അപ്പോഴും നിങ്ങൾ അടുത്ത ബസർ അവിടെ അമർത്തിക്കോണം. നിങ്ങൾക്ക് മറുപടി അറിയാമെങ്കിൽ വീണ്ടും ബസർ അമർത്താൻ ഞാൻ പറയുകയില്ല. ഞാൻ പറയും ഇപ്പോൾ റോഷി ഒരു ഉത്തരം തെറ്റായിട്ടാണ് പറയുന്നത്, ബെല്ലടിക്കും. അപ്പോൾ നിങ്ങളോടും ബസർ അമർത്തിക്കോണം. ബാക്കി 2 പേര്. യു അണ്ടർസ്റ്റുഡ് ദ പ്രിൻസിപ്പിൾ. അങ്ങനെ ബസർ റൗണ്ട് പ്രിൻസിപ്പിൾ. പിന്നെ അദ്ദേഹം ഉദയ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ അരുൺ ബസർ അമർത്തേണ്ട കാര്യമില്ല, മറുപടിയൊക്കെ പറഞ്ഞാൽ മതി. ബസർ അമർത്തിക്കൊണ്ട്. ഓൾറൈറ്റ്. ഓക്കെ. നിങ്ങളുടെ ബസറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കോണം 2 പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ദേ ആർ ദ ജഡ്ജസ്. യെസ്, എനി അതർ ക്വസ്റ്റ്യൻ പ്ലീസ്. അരുൺ ജേക്കബ്. നത്തിങ് ഈസ് ദെയർ. ഓക്കെ. നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. എൻ്റെ പേര് റോഷി തോമസ്. ഞാൻ അടൂർ സ്വദേശിയാണ്. ഒരു കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ റൗണ്ട് കഴിയുന്തോറും ബൈബിൾ കൂടുതൽ പഠിക്കാൻ ദൈവം അതുകൊണ്ട് കൃപ ചെയ്തു. താങ്ക് യു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഉദയ. ഞാൻ കൊല്ലത്ത് താമസിക്കുന്നു. ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ കടന്നു വന്ന് സംബന്ധിപ്പാനും ഒന്നുകൂടെ വചനം പഠിക്കാനും ദൈവം എന്നെ സഹായിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ സംഘാടകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് അരുൺ ജേക്കബ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കൂരോപ്പട എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഞാനൊരു മലങ്കര ഓർത്തഡോക്സ് സഭാ അംഗമാണ്. താങ്ക് യു മിസ്റ്റർ അരുൺ. നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസിനെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് മിസ്സസ് രാജീവ് വർഗീസ്. നേരത്തെ ഉള്ള സ്റ്റേജിൽ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട പത്നിയും കൂട്ടുവേലക്കാരും വിശ്വസനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡിലേക്ക് മിസ്സസ് രാജയെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള മിസ്സസ് വിജി സാറയാണ്. കഴിഞ്ഞ 28 വർഷമായിട്ട് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. ഷാർജയിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. നമ്മുടെ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൻ്റെ മാനേജറായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നതിനായിട്ട് മിസ്സസ് വിജയെ ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും പ്രേക്ഷകരായ നിങ്ങളാണ്. നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ നാം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ എളിയ സംരംഭം മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. Are you ready, Roshi? Ready, yes.
ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ പരിപൂർണമായിട്ട് കേട്ടതിന് ശേഷം മറുപടി പറയാം. വളരെ ഒന്ന് ശ്രദ്ധയിൽ വെക്കാനും നേരത്തെയുള്ള സ്റ്റേജസിനേക്കാൾ ഉപരിയായിട്ട് ചില ഉപചോദ്യങ്ങൾ ഒരു ചോദ്യമുണ്ടാകും. ഓൾറൈറ്റ്. അതിശ്രേഷ്ഠന്മാരായിരുന്ന തൻ്റെ 2 പ്രവാചകന്മാർ തൻ്റെ ജനത്തിനു വേണ്ടി യാചിച്ചാലും തൻ്റെ മനസ്സ് ചായുകയില്ലെന്ന് ദൈവം ഒരു പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. അരുളി ചെയ്ത പ്രവാചകനാര്? ദൈവം അരുളി ചെയ്ത അതിശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാർ ആരായിരുന്നു? അരുളി ചെയ്തത് യിരെമ്യാവിലൂടെ. അരുളി ചെയ്തത് യിരെമ്യാവിലൂടെ. ഉത്തരം ശരിയാണ്. അതിശ്രേഷ്ഠ പ്രവാചകന്മാർ മോശയും ശമൂവേലും. വളരെ ശരിയാണ്. അരുളി ചെയ്ത ദൈവം പറഞ്ഞ പ്രവാചകന്മാർ മോശയും ശമൂവേലുമായിരുന്നു. സോ 5 marks goes to റോഷി തോമസ്. റൈറ്റ്? റെഡി there? രണ്ടാമത്തെ ചോദ്യം ഉദയോടാണ്. ആദാമിനെയും ഹവ്വായെയും പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് ദൈവം എന്താണ് ചെയ്തത്? ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായി കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി ഏദൻ തോട്ടത്തിലാക്കി. കെരൂബുകൾ എവിടെയാണ് ദൈവം നിർത്തിയതെന്ന് ഉദയ പറഞ്ഞില്ല. വഴിയിൽ. മർമ്മപ്രധാനമായൊരു വാക്കുണ്ട്. ആ വാക്ക് മാർക്ക് ഞാൻ പിന്നെ പറയാം. അടുത്ത അരുൺ ജേക്കബ്. തോട്ടത്തിന് കിഴക്ക്. അത് വളരെ പ്രധാനപ്പെട്ട. തോട്ടത്തിന് വടക്കോ തെക്കോ 4 ദിക്കില്ലേ? ആ വാക്കാണ് തോട്ടത്തിൻ്റെ കിഴക്ക്. അപ്പോൾ കൂരോപ്പട അല്ലേ എന്ന് വരുന്ന മിസ്റ്റർ അരുൺ ജേക്കബ് ആണ് അത് നൽകിയിരിക്കുന്നത്. റോഷിക്കും അറിയാമായിരുന്നു, പക്ഷെ വന്നില്ല. റൈറ്റ്. സോ ആദ്യത്തെ ഉത്തരം ശരിയാണ്. കെരൂബുകളെയാണ് നിർത്തിയിരുന്നത്, പക്ഷെ അവരെവിടെ നിന്നെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വഴി കിഴക്കായിരുന്നു, അതുകൊണ്ടല്ലേ കിഴക്ക് നിർത്തുന്നത്. ഓൾറൈറ്റ്. സോ 3 marks ഫോർ ഉദയ. അത്രയും ആലോചിക്കാൻ സമയം കിട്ടിയതുകൊണ്ട് അരുൺ ജേക്കബിന് 1 mark. റൈറ്റ്. സോ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ യു. വെള്ളത്തെ അടിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ ആരെല്ലാം? വിവരിക്കുക. എത്ര പേരാണെന്ന് പറയണം, പിന്നെ വിവരിക്കുക. ഒന്ന് മോശ. ചെങ്കടലിന്മേൽ അടിച്ച് 2ആയിട്ട് വിഭാഗിച്ചു. ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ചു, വടിവെച്ചടിച്ച്. പിന്നെ ഒന്ന് ഏലിയാവ് പുതപ്പ് വെച്ച് യോർദാൻ നദിയെ 2ആക്കി. ഏലിയാവ് അപ്പുറം കടന്നിട്ട് തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് ഏലീശ വീണ്ടും ആ പുതപ്പ് വെച്ച് അടിച്ച് 2ആക്കി. ചോദ്യം വെള്ളത്തിന്മേൽ അടിച്ചവർ. അതെ, അതാ ചോദിച്ചത്. സോറി, മോശ വെള്ളത്തിന്മേൽ കൈ നീട്ടിയിട്ടു, വെള്ളത്തിനോട്ട് അടിച്ചായിട്ടില്ല. ഏലിയാവും ഏലീശായും. ശരിയാണ്. ഏലിയാവും ഏലീശയും ശരിയാണ്. മോശ വെള്ളത്തെ അടിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ചെങ്കടലിനെ മോശ അടിച്ചല്ല വളർത്തി. ആണോ മിസ്റ്റർ റോഷി? അല്ല. ശരി. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ഞാൻ റോഷിയോട് തന്നെ ചോദിക്കാം. വേറെ എന്തെങ്കിലും മറുപടി റോഷിക്ക് പറയാനുണ്ടോ? യെസ് ഉദയ? ഇല്ല. അരുൺ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. മോശ എന്നുള്ളതിനും ശരിയാണ്, അടി തെറ്റിപ്പോയി. മോശ നൈൽ നദി രക്തമായി തീർന്ന സംഭവം. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ന്യായമായും താങ്കൾക്ക് 5 മാർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും സമ്മതിക്കുകയില്ല. 2 റൗണ്ട് പോയി 3ാമത്തെ റൗണ്ടിന് റോഷി ഇങ്ങനെ പിടിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് മോശ, ഞാനിവിടെ ചോദിച്ച ചോദ്യം വെള്ളത്തെ അടിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ. അടിച്ചപ്പോൾ നൈൽ നദിയെ മാത്രമല്ല, മിസ്രൈമിലെ എല്ലാ ജലാശയങ്ങളും രക്തമായി തീർന്നു. അതാണ് മോശയുടെ ആദ്യത്തെ. ഓൾറൈറ്റ്. സോ ആ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം ജഡ്ജസ്? 4 മാർക്ക് കൊടുക്കാമോ? യെസ്, 4 മാർക്ക് കൊടുക്കാം. മറ്റ് 2 പേര് പറയാതിരുന്നതുകൊണ്ട് അരുൺ ജേക്കബ് gets 4 marks. Right. That brings us to the close of the Old Testament round. Will you please give me the marks? Yes, Raji, para. Mr. Roshi Thomas 5 marks. Mr. Roshi Thomas gets 5 marks. Mrs. Udaya 3. Ms. Udaya gets 3 marks. Mr. Arun Jacob 5. 5 marks. Yeah. Right. Shall we go to the New Testament round?
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു മിസ്റ്റർ അരുൺ ജേക്കബ്, റൈറ്റ്? ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പസമയത്തിനുള്ളിൽ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞ രാജാവ് ആരാണ്? അവനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയുടെ പേരെന്ത്? അഗ്രിപ്പ രാജാവ്. രാജാവ് അഗ്രിപ്പാവായിരുന്നു, ഭാര്യ ബെർണിക്ക. ബെർണീക്കയാണ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ. ഞാൻ ഭാര്യയെന്ന് പറഞ്ഞില്ല. ബെർണീക്ക അവൻ്റെ ഭാര്യയാണെന്ന് ഒരിക്കലും ഞാൻ വായിച്ചിട്ടില്ല, റൈറ്റ്? എങ്കിലും ബെർണീക്ക കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് താങ്കൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് 5 മാർക്സ് ഫോർ അരുൺ ജേക്കബ്. അത് ഒന്നുകൂടെ വായിച്ചു നോക്കണം കേട്ടോ, റൈറ്റ്? ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ ഉദയ. അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയെ പരമേൽപ്പിക്കുന്ന ഫേബ എന്ന സഹോദരി ആരാണ്? കേങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരെത്തി. വളരെ ശരിയായ ആൻസറാണ്, വെരി ഗുഡ് ആൻസർ. കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയാണ് ഫേബ. അപ്പോസ്തലനായ പൗലോസ് റോമ സഭയിലേക്ക് ഏൽപ്പിക്കുകയാണ്. 5 മാർക്സ് ഫോർ ഉദയ. ആൻഡ് നൗ ഏറ്റവും ഈസി ആയിട്ട് ക്വസ്റ്റ്യനാണ്. റോഷി മാർക്ക് വാങ്ങിച്ചോളൂ, റൈറ്റ്? ഒന്ന് സ്മൈൽ ചെയ്യും മനുഷ്യ, ഡോണ്ട് ബി സോ സീരിയസ്, റൈറ്റ്? ഹെരോദാവിൻ്റെ മരണം എങ്ങനെയായിരുന്നു? ദൂതൻ അടിച്ചു, കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദൂതൻ അടിച്ചു, കൃമിക്കിരയായി. എപ്പോഴാണ് ദൂതൻ അടിച്ചത്? ഹെരോദാവ് തന്നെ പുകഴ്ത്തി സംസാരിച്ചു. അല്ല, മാർക്ക് അവിടെ നിൽക്കട്ടെ. അടുത്ത ചാൻസ് വരുന്നത് അരുൺ ജേക്കബ്. ഡു യു ഹാവ് ടു മോഡിഫൈ ദ ആൻസർ? മോഡിഫിക്കേഷൻ ഉണ്ടോ ആൻസറിന്? പാസ്സാണ് മോഡിഫിക്കേഷൻ. ഉദയ. ഹെരോദാവ് സോര്യരുടെയും സീതോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ ഹെരോദാവിൻ്റെ പള്ളിയിറക്കാരനായ ബ്ലസ്തോസിനെ വശീകരിച്ച് ഹെരോദാവ് സിംഹാസനത്തിലിരുന്നു. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിൻ്റെ ദൂതൻ ഹെരോദാവിനെ അടിക്കുകയും പ്രാണനെ വിട്ട് കൃമിക്കുകയും. അതാണ് എൻ്റെ കാര്യം. ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്ത് വിളിച്ചപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിനാൽ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി തീർന്നു. സോ ഭാഗ്യമായ ആൻസറാണ്. റോഷി തോമസിന് 2 മാർക്ക്. ആൻഡ് മുഴുവൻ്റെ ആൻസറും കിട്ടി. അപ്പം സോ ഐ പുട്ട് ഇറ്റ് ദിസ് വേ: 3 മാർക്സ് ഫോർ റോഷി തോമസ് ആൻഡ് 1 മാർക്ക് ഫോർ ഉദയ. ബാക്കി എല്ലാ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, റൈറ്റ്? ഈ ഒരു ചെറിയൊരു കാര്യം മാത്രം, റൈറ്റ്? ഓൾറൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the New Testament round. Will you please give the marks? Yes, Mrs. Vijaya. Mr. Roshi Thomas gets 3 marks. Yeah. Mr. Roshi Thomas gets 3 marks. Udaya gets 6 marks. Udaya gets 6 marks. And Arun Jacob gets 5 marks. And Arun Jacob gets 5 marks. So that brings us to the close of the New Testament round. Next is the Christian focus round. അത് ആരംഭിക്കുന്നത് ഉദയയിൽ നിന്നാണ്. ഓക്കെ, ബി റെഡി? വളരെ എളുപ്പമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന 2 മന്ത്രവാദികളുടെ പേരെന്ത്? യെസ്, മിസ്റ്റർ അരുൺ ജേക്കബ്. സ്കേവ. -1 മാർക്ക് കേട്ടോ. ബെല്ല് പോലും വല്ലാതെ വഷളായി പോയി. റൈറ്റ്. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ റോഷി തോമസ്. ഷീമോനും എലീമാസും. ഷീമോനും എലീമാസും. എലീമാസിന് വേറെ പേരുണ്ടോ? ബെർയേശു. റൈറ്റ് മാർക്ക്. സോ യു ഗെറ്റ് 4 മാർക്സ് ഫോർ ദാറ്റ്. ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നു. ആണോ? ഉദയ പറയൂ. ആകെ 2 മന്ത്രവാദികളുടെ കാര്യമേ പറയുന്നുള്ളൂ പുതിയ നിയമത്തിൽ. അതിൽ 2 മന്ത്രവാദികൾ അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. And that's the right answer. Okay, so Roshi Thomas gets 4 marks. Right. The second question goes to Arun Jacob. Ready? Yes, sir. Yes. ഒരു പ്രസംഗം കൊണ്ട് ഏറ്റവും അധികം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ഏത് രാജ്യത്താണ്? നിനവേ. നിനവേ. ഉത്തരം വളരെ ശരിയാണ്. എത്ര പേരെ നയിച്ചു? മാർക്ക് ഞാൻ കുറയ്ക്കത്തില്ല. 3,00,000 ചിൽവാനം. അതുകൊണ്ട് ഞാൻ 2 മാർക്ക് കുറയ്ക്കേണ്ടതാണ്. 1,00,000
ആ ചിൽവാനം 1,00,000 ചില്ലുവാനും. അവിടെ ചില്ലുവാനും ഒന്നുമില്ല. 1,20,000 പേരാണ്. പക്ഷെ അതെൻ്റെ ചോദ്യമല്ല, അതുകൊണ്ട് മാർക്ക് കുറയ്ക്കുന്നില്ല. യു ഗെറ്റ് 5 മാർക്സ് ഫോർ ദാറ്റ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. ഒരു പ്രസംഗം കൊണ്ട് ഏറ്റവും അധികം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ഏത് രാജ്യത്താണെന്നായിരുന്നു. അവിടുത്തെ ജനസംഖ്യയെ ചോദിച്ചിട്ട് അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെട്ടു. എനിവേ ഇങ്ങനത്തെ 3, 2 ചില്ലുവാനും ഇനിയും പറയരുത് ക്വിസ് കോമ്പറ്റീഷൻസ്. റൈറ്റ്. സോ അരുൺ ജേക്കബ് ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. ആൻഡ് നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു മിസ്റ്റർ റോഷി. അല്ലേ? അതെ. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അധ്യായം ഏത്? എത്ര വാക്യങ്ങൾ? ലൂക്കോസിന്റെ സുവിശേഷം 1151 വാക്യങ്ങൾ. യെസ് ഉദയ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 76 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം ശരിയാണ്. ഇനിയും അടുത്ത എനിക്കറിയാനുള്ളത് അരുണ് വല്ല മറുപടി ഉണ്ടോ? ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം ആ എന്ന് പറഞ്ഞാൽ ചില്ലുവാനം. പറയൂ. നെഗറ്റീവ് ഞാൻ എൻ്റെ ബോധ്യമനുസരിച്ച് തരും. റോഷി ഇവിടെ നോക്കി പോട്ട് എന്നെ പിടിക്കും. താങ്കൾ യോജിക്കുന്നോ വിയോജിക്കുന്നോ മനസ്സ് ചെയ്യില്ല. അത് യോജിക്കുന്നു. എൻ്റെ അറിവിൽ ലൂക്കോസ് 1-ാം അധ്യായം 76 വാക്യമാണ് ഉള്ളതെന്നാണ്. 74 വാക്യം. 76 തന്നെയാണെന്നാണ്. ഞാൻ എൻ്റെ ബൈബിളും തുറന്നു നോക്കിക്കോട്ടെ. എൻ്റെ ബൈബിളാണ്. ഞാൻ തന്നെ പഠിച്ച് എഴുതി പരിഭാഷപ്പെടുത്തിയ ബൈബിളാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം മലയാളത്തെ 10ാമത്തെ പരിഭാഷയാണ്. ഇന്ത്യൻ ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പരിഭാഷയാണ്. യെസ്, അത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ഥിതിവിവര കണക്കുകളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എവരിതിങ് ഈസ് ദെയർ. സോ ചോദ്യമതായിരുന്നു ഏറ്റവും വലിയ അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ എത്ര വാക്യങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം, അല്ലേ? 80 വാക്യങ്ങൾ. ഉദയ ഏത് ബൈബിളാണ് ഉപയോഗിക്കുന്നത്? സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം എടുത്താട്ടെ. ഞാൻ അതിനകത്ത് വല്ല വാക്യം വിഴുങ്ങിയെന്നുള്ള ഇപ്പോൾ സംശയം. എനിക്കത് തിരുത്തണമല്ലോ. അടുത്ത എഡിഷനിൽ ഇത് തിരുത്തേണ്ടിയിരിക്കുന്നു. ഉദയ പറഞ്ഞതനുസരിച്ചാണ്. പ്രത്യേകിച്ച് മിസ്റ്റർ അരുൺ ഫ്രം കൂരവപ്പട ഓൾറെഡി സപ്പോർട്ടഡ് ഓർത്തഡോക്സ് സഭയുടെ വാക്താവാണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. യെസ് മിസ്റ്റർ ടൈറ്റസ്, വിൽ യു വെരിഫൈ ഇറ്റ് ഫോർ മീ? എത്ര വാക്യമുണ്ട്? സത്യവേദ പുസ്തകം ഉദയ വായിക്കുന്ന സത്യവേദ പുസ്തകത്തിലും 80 വാക്യമുള്ളത്. ഇനി വേറെ വല്ല ബുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 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 അപ്പോൾ ചുമ്മാതെ പറഞ്ഞാണോ അതൊരു ഊഹം പറഞ്ഞാണോ? എനിക്ക് തോന്നി ഞാൻ 76 വാക്യം കണ്ടിട്ടുള്ളത്. അതെ. അപ്പോൾ ആ തോന്നലിനൊരു മാറ്റം വരണം. ഇങ്ങനെ കേട്ടിരിക്കുന്ന തോന്നലനുസരിച്ച് അരുൺ ജേക്കബ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സംഗതി ആകെ വഷളാവും. റൈറ്റ്. സോ മറുപടി നൽകിയത് ഉദയയ്ക്ക് 2 മാർക്ക്. അരുൺ ജേക്കബ് ഞാൻ മാർക്കൊന്നും കുറയ്ക്കുന്നില്ല. മൈനസ്. റോഷി തോമസ് ആദ്യമേ പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം എന്നാണ് പറഞ്ഞത്. പുസ്തകം സുവിശേഷം എല്ലാം ഒരുപോലെ. അധ്യായം ഞാൻ ചോദിച്ചത്. ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് എനി മാർക്ക്. അപ്പോൾ -1 മാർക്ക് ഫോർ റോഷി തോമസ്. റൈറ്റ്. ദാറ്റ് ബ്രിങ്സ് us to the end of the Christian focus round. Mrs. Viji, will you give me the marks? Roshi Thomas gets 3 marks. Mr. Roshi Thomas gets 3 marks. Udaya 2. Udaya gets 2 marks. Arun Jacob for 4 marks. Arun Jacob gets 4 marks. Right? Right. Next is the Bible bumper round or Bible buzzer round. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും ഇതിനകത്തുള്ളത്. റെഡി? ശലോമോൻ എത്ര ഗീതങ്ങൾ രചിച്ചു? റോഷിയുടെയാണ് ഇവിടെ കണ്ടത്. പ്ലീസ് ടെൽ മീ. 1005. Exactly the right answer. 3 marks for Roshi Thomas. Trust ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? റെഡി? മാർക്ക് ചെയ്തോ? റൈറ്റ്. ദേവാലയത്തിൽ വെച്ച് കുഷ്ഠരോഗം പിടിപെട്ട രാജാവാര്? യെസ് ഉദയ. റൈറ്റ്? ഉസിയാവ്. ഊസിയാവ്. ഉത്തരം ശരിയാണ്. 3 മാർക്ക്. റൈറ്റ്? ഉദയയ്ക്ക് 3 മാർക്സ്. റൈറ്റ്? യെസ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ. തൻ്റെ വാർദ്ധക്യത്തിൽ ദാവീദിനെ ശുശ്രൂഷിച്ച സ്ത്രീ ആര്? അരുൺ. അഭിഷേക്.
അഭിഷേക്, ഉത്തരം ശരിയാണ്. 3 marks for Arun Jacob. 3 marks for Arun Jacob. Right? Now comes the fourth question. ശ്രദ്ധിച്ച കേൾക്കണം. എബ്രായ കലണ്ടറിലെ 3-ാം മാസം ഏത്? യെസ് ഉദയ പറയൂ. സീവാൻ. സീവാൻ മാസം. 3 marks for ഉദയ. റൈറ്റ്. അവസാനത്തെ ചോദ്യം ഏറ്റവും ലളിതമായ ചോദ്യമാണ്. റെഡിയാണോ? ആസാഫ് എത്ര സങ്കീർത്തനങ്ങൾ രചിച്ചു? യെസ് റോഷൻ. 12. ഉത്തരം വളരെ ശരിയാണ്. 3 marks for Mr. Roshi Thomas. Will you please give the mark list? Mr. Roshi Thomas, 6 marks. Mr. Roshi Thomas gets 6 marks. Mrs. Udaya, 6. Mrs. Udaya 6. And Mr. Arun Jacob, 3 marks. And Mr. Arun Jacob 3 marks. So that brings us to the close of the Bible Bumper Round. ബൈബിൾ ബമ്പർ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് വോയിസ് ഓഫ് ദി ടൈംസ്, കാലഘട്ടത്തിൻ്റെ ശബ്ദം. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഓരോ മത്സരാർത്ഥിയും 7 മിനിറ്റ് വീതം പ്രസംഗിക്കും. റൈറ്റ്. So Mr. Roshi Thomas, please come. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആധുനിക ക്രൈസ്തവ സഭയിൽ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിൽ ലഭിച്ച നിർദ്ദേശമാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്നുള്ളത്. ദൈവമക്കളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നാം സാക്ഷികളാകണം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം പറയുന്ന ഒരു വേദഭാഗമാണ്, ഞങ്ങൾ സാക്ഷികളാണ്. അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ദൈവം തന്നെ നിയമിച്ചത് ഒരു ശുശ്രൂഷകനും സാക്ഷിയുമായിട്ടാണ് എന്ന് വെളിവാക്കുന്നു. എന്തിനാണ് നമ്മൾ സാക്ഷ്യം പറയേണ്ടത്? പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ സഭയിൽ ആണ് സാക്ഷ്യം തുടങ്ങേണ്ടത്, അതിനുശേഷമാണ് മറ്റ് ദേശങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയണം എന്ന് പറയുന്നത്? ഒന്ന്, യേശുവിനെ അറിയാത്ത ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. കർത്താവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ സാക്ഷ്യം കേട്ട് കർത്താവിനെ അറിയണം. നമ്മുടെ സഭയിലോ നമ്മുടെ പള്ളികളിലോ ഒക്കെ കടന്നു വരുന്നവർ നമ്മുടെ സാക്ഷ്യം കേട്ട് നമ്മുടെ യേശുവിനെ അറിയണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ശമര്യാസ്ത്രീയുമായി യേശു സംസാരിക്കുമ്പോൾ വളരെ സമയങ്ങൾ ശമര്യാസ്ത്രീയുടെ ജീവചരിത്രമൊക്കെ യേശു വെളിവാക്കുമ്പോൾ അതിനുശേഷം ശമര്യാസ്ത്രീ പുറത്തേക്കിറങ്ങി ആ ശമര്യ പട്ടണത്തിൽ യേശുവിനെ പറ്റി പറയുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന വേദഭാഗം ഇങ്ങനെയാ: അവൾ പറഞ്ഞ സാക്ഷ്യവാക്കുകൾ നിമിത്തം അനേക ശമര്യർ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സാക്ഷ്യം കൊണ്ട് യേശുവിനെ അറിയാത്ത അനേകർ യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, യേശുവിനെ അറിഞ്ഞുവെന്ന് അഭിമാനത്തോടെ പറയുകയും ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാനസാന്തരപ്പെടാത്ത എത്രയോ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ, അവരെ നേരായ വഴിയിൽ നയിക്കാൻ നമ്മുടെ സാക്ഷ്യം ഉതകണം. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. യേശു അതിൽ കൂടെ വ്യക്തമാക്കുന്നുണ്ട്. ധനവാൻ പറയുന്നുണ്ട്, ഈ ലാസറിനെ എൻ്റെ 5 സഹോദരന്മാരുടെ അടുക്ക് വിടണം. ഈ സാക്ഷ്യം അവരോട് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അപ്പോൾ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് കാരണമാകണം. മൂന്നാമത്തെ കാര്യം, ശത്രുവിനെ ജയിക്കാൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ കണ്ട ദർശനങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, കുഞ്ഞാടിൻ്റെ രക്തവും അതോടൊപ്പം സാക്ഷ്യവചനവും ഹേതുവായിട്ടാണ് അപവാദിയെ ജയിച്ചു എന്നവിടെ വായിക്കുന്നു. നമുക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന അപവാദി
അല്ലെങ്കിൽ പിശാച് അതിനെ ജയിക്കുവാൻ നമ്മുടെ സാക്ഷ്യവചനം കൊണ്ട് കഴിയും എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തെ കാര്യം, പുതിയ നിയമ ശുശ്രൂഷകളെല്ലാം തന്നെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. സഭകളിലും പള്ളികളിലുമൊക്കെ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എന്നാൽ സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരും. നമ്മൾക്ക് ദൈവം ചെയ്ത നന്മകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളൊക്കെ മറ്റുള്ളവരോട് പറയുവാൻ ഒരു അവസരമാണ് ഈ സാക്ഷ്യ ശുശ്രൂഷ. നാം സാക്ഷ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും സാക്ഷ്യമുണ്ടായിരിക്കണം. ലോക മിഷൻ സമ്മേളനത്തിൽ 2022 ഒക്ടോബർ മാസം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം ഒരു സന്ദേശം നൽകാനിടയായി: പ്രസംഗത്തെക്കാൾ വലുത് സാക്ഷ്യമാണ്. പ്രസംഗിക്കാൻ എല്ലാവരെയും കൊണ്ടും കഴിയും, അത് ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ പ്രസംഗമായി മാറേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ നാം സാക്ഷ്യമുള്ളവരായിരിക്കണം. യഹൂദന്മാരുടെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ള അനന്യാസിനെ പോലെ, യഹൂദന്മാരുടെ എല്ലാ ജാതികളിലും നല്ല സാക്ഷ്യമുണ്ടായിരുന്ന കൊർന്നല്യോസിനെ പോലെ, നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ച ഹാബേലിനെ പോലെ, യഹോവയെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം ലഭിച്ച ഹാനോക്കിനെ പോലെ, എല്ലാവരാലും അതോടൊപ്പം തന്നെയും സാക്ഷ്യം ലഭിച്ച, സത്യത്താൽ സാക്ഷ്യം ലഭിച്ച ദെമേത്രിയോസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും സാക്ഷ്യമുണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുന്നു, ക്രൈസ്തവ സമൂഹത്തിൽ അനേക സഭകളുണ്ട്. ആ സഭകളിലെല്ലാം ഈ സാക്ഷ്യ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും ഉപവാസത്തിനും രോഗശാന്തി ശുശ്രൂഷയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ സഭ എത്രയോ ഉയർച്ചയിലേക്ക് കടന്നു പോകുമായിരുന്നു. നമ്മുടെ സഭയുടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ മുന്നേറുമായിരുന്നു. സഭകൾക്ക് പ്രസംഗത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം സാക്ഷ്യത്തിനും നാം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. പ്രിയ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുന്നു, ഈ ഒരു ശുശ്രൂഷ ഏറ്റവും മഹത്തരമായ ശുശ്രൂഷയാണ് സാക്ഷ്യ ശുശ്രൂഷ. അത് നമ്മുടെ സഭകളിൽ, എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. Next is Udaya S. എനിക്ക് പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ആധുനിക കാലത്ത് സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സാക്ഷ്യത്തിനുള്ള പങ്ക് എന്ന വിഷയമാണ്. സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ചെറുതും വലുതുമായ എന്ത് നന്മകളാകട്ടെ അത് സഭയിൽ നന്ദിയോടെ, ദൈവനാമ മഹത്വത്തിനായി നന്ദിയോടെ ദൈവമക്കൾ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്ക് വലിയ ആത്മീയ ഉണർവുണ്ടാകുവാനിടയാകുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തിപ്പെടുവാനിടയാകുന്നു. പുതുതായി ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വന്നാൽ അവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ചിന്തിക്കുവാനിടയാകും, ഇവരുടെ ഇടയിൽ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അറിയുവാനും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്നു. ഇത് മാത്രമല്ലാതെ സാക്ഷ്യം പറയുമ്പോൾ അനവധി സ്തോത്രം, ദൈവമക്കൾ ഒരുമിച്ച് അനവധി സ്തോത്രം ചെയ്യാനിടയാകും. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം, അത് മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സംഭവം, അത് സഭയിൽ പറയുമ്പോൾ ദൈവമക്കൾ അതിനുവേണ്ടി ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ബലഹീനരായിട്ടുള്ള വിശ്വാസികൾ കർത്താവിൽ ശക്തിപ്പെടുവാൻ സഹായിക്കുന്നു. ഇങ്ങനെയെല്ലാം സാക്ഷ്യം കൊണ്ട് വളരെ ദൈവനാമത്തിന് വലിയ മഹത്വം ഉണ്ടാകുവാൻ ഇടയാകുന്നു. അതുമാത്രമല്ല, ഒരു സാക്ഷ്യത്തെ ഖണ്ഡിക്കുവാൻ മറ്റാർക്കും കഴിയത്തില്ല. ദൈവം അത് ചെയ്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് മാത്രമാണ് പറയുന്നത്, അല്ലാതെ അതിനകത്ത് മനുഷ്യന് പുകഴ്ച ഉണ്ടാകുവാൻ ഇടയാകുന്നില്ല. മാത്രമല്ല, സാക്ഷ്യം പറയുമ്പം നമ്മുടെ സഭയിൽ
കുഞ്ഞുങ്ങളാണെങ്കിലും അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. വീട്ടിൽ മാതാപിതാക്കൾ പറഞ്ഞാലോ മറ്റുള്ളവർ പറഞ്ഞാലോ അത്രയും ശ്രദ്ധിക്കാത്ത ഇന്നത്തെ ആധുനിക ലോകം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇൻ്റർനെറ്റിലും അങ്ങനെയുള്ള കാലങ്ങളിലായിരിക്കുമ്പോൾ ഈ സാക്ഷ്യം പറയുന്ന സഭയിൽ കടന്നു വരുന്നവരും മാത്രമല്ല പ്രത്യേക കുഞ്ഞുങ്ങൾ, നമ്മുടെ യൗവനക്കാർ ആ ശ്രദ്ധയോടെ കേൾക്കാനിടയാകുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായിരുന്നു, കർത്താവ് സൗഖ്യമാക്കി, കർത്താവ് വിടുതലയച്ചു, കർത്താവ് നടത്തി. അതൊക്കെ അവർ അടുത്ത അവർ ശ്രദ്ധിക്കുകയാണ്. അവർ ആ ഹൃദയത്തിൽ ആഴമായി പതിയുകയും അവർ പുറത്തേക്ക് ഇറങ്ങി അവർക്കൊരു പ്രയാസ സന്ദർഭം ഉണ്ടാകുമ്പോൾ അവരും ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ സാക്ഷ്യം മുഖാന്തരം ഇടയാകുന്നു. മാത്രമല്ല നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഒന്നാമത് പ്രാഗൽഭ്യം കൂടെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. കാരണം നമുക്ക് സഭയിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക്, സഭാകമ്പം മാറി സഭയിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിപ്പാൻ നമുക്ക് ശക്തി നൽകുന്നതും സാക്ഷ്യത്തിലുണ്ടാകുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6:9 പറയുന്നുണ്ട്, അവർ തങ്ങളുടെ ദൈവവചനം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും ദുഷ്ടനെ ജയിച്ചിരിക്കുന്നുവെന്ന്. ഇപ്രകാരം ദൈവസഭകളിൽ പറയുന്ന സാക്ഷ്യം ആത്മീയ ഉണർവിനിടയാകുന്നുണ്ട്. ദൈവമക്കൾക്ക് ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ വയ്ക്കുവാനിടയാകുന്നുണ്ട്. ദൈവമക്കൾക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനിടയാകുന്നുണ്ട്. പുതുതായി കടന്നു വരുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാനിടയാകുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകുന്നുണ്ട്. ദൈവമക്കൾ ഐക്യതയോടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാനിടയാകുന്നു. ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഈ സാക്ഷ്യം ഹേതുവായി ശക്തി പ്രാപിപ്പാനിടയാകുന്നുണ്ട്. സാക്ഷ്യം മുഖാന്തരം ദുഷ്ടനെ ജയിക്കുവാനുള്ള കൃപ ദൈവമക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ആത്മീയ ഉണർവിന് കാരണമായി തീരുന്നുണ്ട്. എല്ലാ വിധത്തിലും സാക്ഷ്യം ദൈവസഭയിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അത് നല്ല സാക്ഷികളായി, കർത്താവിൻ്റെ നല്ല സാക്ഷികളായി മുന്നേറുവാനും ഈ സാക്ഷ്യ മുഖാന്തരം സഹായിക്കുന്നുണ്ട്. സാക്ഷ്യത്തിലൂടെ ദൈവത്തെ ഉയർത്തുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങളെ ചെയ്യുകയും അവർ ദൈവത്തിൽ കൂടുതൽ ഉറയ്ക്കുവാനും ആത്മീയ ശക്തി പ്രാപിപ്പാനും ഒക്കെയും സഹായിക്കുന്നുണ്ട്. സാക്ഷ്യം എല്ലാ ദൈവസഭകളിലും അനിവാര്യമാണെന്ന് ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളെ ഉറപ്പിക്കുന്നു. കേട്ട എല്ലാ ദൈവങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Next is Mr. Arun Jacob. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് അല്പസമയം നിങ്ങളുമായി ചർച്ച ചെയ്യാനായിട്ടും ധ്യാനിക്കാനുമായി ലഭിച്ചിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ ഉയർച്ചയും വളർച്ചയിലും സാക്ഷ്യ ശുശ്രൂഷയ്ക്കുള്ള പങ്ക് എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റിയാണല്ലോ. ആദിമസഭയുടെ കാലം മുതൽ തന്നെ സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. ഏകദേശം 3 വർഷക്കാലം അദ്ദേഹം പരസ്യ ശുശ്രൂഷ നടത്തി, അനേകം രോഗികളെ സൗഖ്യമാക്കി, അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, കാൽവരിയിൽ യാഗമായി തീർന്നു. അതിനുശേഷം 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ഏകദേശം 40 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വർഗാരോഹണവും ചെയ്തു. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ഏറ്റുപറഞ്ഞ് അദ്ദേഹം ക്രിസ്തുവാണ് എന്നുള്ള സാക്ഷ്യം, ക്രിസ്തുവാണ് എന്നുള്ള ഏറ്റുപറച്ചിലിനാണ് സാക്ഷ്യം എന്ന ഒരു വിശകലനമായിട്ട് ഞാൻ പുതിയ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷവും യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനങ്ങളും അതിലെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഇതാണ്: ക്രിസ്തു ദൈവമെന്ന് ഏറ്റുപറയുക, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ആ സാക്ഷ്യമാണ് നമ്മൾ ജീവിതത്തിലുടനീളം കാത്തു പരിപാലിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ക്രിസ്തു കാൽവരിയിൽ യാഗമായി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു ശതാധിപൻ പറയുന്നുണ്ട്, അവൻ സത്യമായിട്ടും നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം വലതുവശത്തെ കള്ളൻ പറയുന്നുണ്ട്. കള്ളനോട് യേശു പറയുന്നുണ്ട്, നീ എന്നോടുകൂടി ഇന്ന് പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്.
കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുന്നത്. കാരണം മരിക്കാൻ കിടക്കുമ്പോഴും അവന് ആ നടുക്ക് കിടക്കുന്നത് ക്രിസ്തു ദൈവമാണെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ആ കള്ളൻ, നമ്മൾ അതുവരെ കള്ളനെ മുദ്ര കുത്തിയാലും ആദ്യമായി എനിക്ക് തോന്നുന്ന പർദീസയിൽ ക്രിസ്തുവിൻ്റെ മരണശേഷം പർദീസയിൽ പ്രവേശിച്ച എനിക്ക് തോന്നുന്നു ആ കള്ളനാന്ന് തോന്നുന്നു. ആ കള്ളൻ്റെ സാക്ഷ്യമാണ്, കള്ളൻ്റെ സാക്ഷ്യം, ശതാധിപൻ്റെ സാക്ഷ്യം. അതിനുശേഷം ക്രിസ്തു ശിഷ്യന്മാർക്ക് 2 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം സ്വർഗാരോഹണത്തിന് മുന്നേ ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നതും ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് കരേറി പോകുന്നത്. അതായത് തൻ്റെ അഭിഷിക്തനായ തൻ്റെ തൃത്വത്തിലെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിനെ നൽകി, ആ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തി നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ഉദ്ബോധനം നടത്തിയിട്ടാണ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആദ്യമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സഭകളിലൊക്കെ കൂടാതെ ആദ്യമായി ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും പത്രോസ്. പെന്തിക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ആവസിച്ച ശേഷം അവർ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർ ലഹരി പിടിച്ചവരാണെന്ന് ഒക്കെ അവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞു. അതിനുശേഷം പത്രോസിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഏകദേശം 3000 പേരാണ് മാനസാന്തരപ്പെട്ടത്. അതിനകത്ത് പത്രോസ് പഴയ നിയമ ഉദ്ധരണികളും എല്ലാം എടുത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ദൈവമാണ്, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇത് ഞങ്ങളെല്ലാവരും കണ്ട് സാക്ഷിച്ച സംഭവമാണെന്നാണ് പറയുന്നത്. ആദിമസഭയിൽ തന്നെ ഈ സാക്ഷി ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. അപ്പസ്തോലന്മാർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കൂട്ടായ്മ ആചരിച്ച് ആ കൂട്ടായ്മയിലെ ഒരു ഭാഗമായിട്ടാണ് സാക്ഷി ശുശ്രൂഷ ആദിമസഭകളിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ യേശു ശമരിയ സ്ത്രീയുമായി സംഭാഷിച്ച സംഭവം നമുക്കറിയാം. അതിനുശേഷം ആ ശമരിയയിലുള്ള ആൾക്കാരോട് മുഴുവൻ ശമരിയ സ്ത്രീ പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ അനേകർ ശമരിയയിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. വളരെയേറെ സംഭവങ്ങൾ നമുക്ക് യേശുവിൻ്റെ ജീവിതകാലത്തും യേശുവിൻ്റെ മരണ സമയത്തും അദ്ദേഹത്തിന് ഉയർപ്പിന് ശേഷവും എല്ലാം സാക്ഷ്യത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പഴയ നിമിത്തം തന്നെയാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരന്മാരുടെ മധ്യേ നിന്നെ കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അത് ദാവീദ് എൻ്റെ സങ്കീർത്തനങ്ങളിൽ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു മുൻകുറിയായിട്ടാണ് പറയുന്നത്. സഭാമധ്യേ ഞാൻ എൻ്റെ യഹോവയുടെ നാമത്തെ കീർത്തിക്കും, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഞാൻ വർണ്ണിക്കുമെന്ന് പല സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലുടനീളം ഇതിനെപ്പറ്റി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവിനോട് പറയുന്നുണ്ട്, ഞാൻ വളരെ ചെറിയവരിലും വലിയവരിലും ഇന്നേവരെന്നെ നടത്തിയ ദൈവത്തെപ്പറ്റി ഞാൻ സാക്ഷി പറയുന്നു എന്ന രീതിയിൽ പരിശുദ്ധനായ പൗലോസ് ശ്രീയാൻ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലേക്ക് കടക്കുവാണെങ്കിൽ യോഹന്നാൻ ശ്രീഹ സാക്ഷികളുടെ അതിനെ ബേസാക്കി മാത്രമാണ് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ ഉടനീളം പറയുന്നത്. കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ കഴുകിയ നിലയങ്കി ധരിച്ചു നിൽക്കുന്ന കുരുത്തോലകൾ ഏന്തിയ ആ സമൂഹത്തിനെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ക്രൈസ്തവ സഭയിലായിരിക്കുന്നു, ഏത് സഭാ വിഭാഗത്തിലായിക്കോട്ടെ, അന്ന് മുതൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സഭ ഇന്ന് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ സാക്ഷി ശുശ്രൂഷയ്ക്ക് ഒരു അതിയായ പങ്കാളിത്തമുണ്ട്. ആരാധനയും എല്ലാ സഭകൾക്കും വ്യത്യസ്തമായ ആരാധനാ രീതികളും പഠിപ്പിക്കലുകളും ഉപദേശങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വളരെ പങ്കുള്ള ഒരു കാര്യമാണ് നമ്മുടെ സാക്ഷി ശുശ്രൂഷ. നമ്മൾ പൗലോസ്ലീഹ ഇത് പറയുന്നുണ്ട്, സ്തേഫാനോസിൻ്റെ കുടുംബം അഗായിലെ ആദ്യഫലമാണെന്ന് പറയുന്നുണ്ട്. നുംഫയുടെ വീട്ടിലെ സഭയെപ്പറ്റി പറയുന്നുണ്ട്. വീട്ടിലാണ് നമ്മൾ ആദ്യമായി സാക്ഷി ശുശ്രൂഷയുടെ ഇത് തുടങ്ങേണ്ടത്. ഇപ്പം നമ്മൾ ഒരു മാതാപിതാക്കളാണെങ്കിൽ അവർ തങ്ങളുടെ മക്കളെ ഈ ക്രിസ്തു ദൈവമാണെന്നുള്ള സാക്ഷ്യം നൽകി അവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സഭ, ഒരു പള്ളി അല്ലെങ്കിൽ ഒരു സഭ, ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് അവിടെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ നമ്മൾ ലോകമൊക്കെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹായും തൻ്റെ ലേഖനത്തിലുടനീളം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ഇപ്പോഴത്തെ സഭയാണെന്ന് പറഞ്ഞാലും ഈ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സഭ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ വ്യക്തമായ ഒരു കാര്യം ഇത് തന്നെയാണ്. പക്ഷെ നമ്മളതിനെ എടുത്തൊരു ഫാക്ടറായിട്ട് സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ടുകളിൽ ചില കാര്യങ്ങൾ കൊണ്ട് സഭയിൽ അത് താന്നു പോകുന്നുണ്ട്. പക്ഷേ നമുക്കതെല്ലാം ഉയർത്തിക്കൊണ്ട് വരാൻ ആധുനിക ക്രൈസ്തവ സഭയുടെ അംഗങ്ങളായ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ഈ സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ ദൈവമായി, ക്രിസ്തുവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുവാനും അദ്ദേഹത്തിൽ വിശ്വസിച്ച് അനേകർ രക്ഷപ്പെടുവാനും സാധിക്കട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നമ്മളെല്ലാവരും അങ്ങനെ ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന്
മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്നുള്ള റൗണ്ടിൽ പ്രസംഗങ്ങൾ കേൾക്കുകയായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് മത്സരാർത്ഥികളോട് ചോദിക്കാനുള്ളത്, ഞാൻ നിങ്ങളുടെ പ്രസംഗം വിശകലനം ചെയ്യണോ എന്നുള്ളതാണ്. അതോ ചുമ്മാ മാർക്കിങ് പറഞ്ഞാൽ മതി? എന്താണ് റോഷി അഭിപ്രായം? തീർച്ചയായിട്ടും ചെയ്യണം. വിശകലനം ചെയ്യണം. വിഷമം തോന്നുകയില്ല, ഇല്ല. സന്തോഷം തോന്നത്തില്ല. അവസാനം റോഷി ചിരിച്ചു, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗം ഒരു കലയാണ്. പ്രസംഗത്തിന് അനേക ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ആ വിഷയത്തെ പരിപൂർണമായിട്ട് വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമ്മുടെ വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്കെന്നാണ്. ആ ആധുനിക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് മിസ്റ്റർ അരുൺ. ആധുനിക എന്ന് പറയുമ്പോൾ ഇന്നത്തെ സഭയാണ്. അപ്പോൾ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നതല്ല, വളർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല എന്നൊരു ധ്വനി അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ സാക്ഷ്യ ശുശ്രൂഷ എങ്ങനെയാകണം എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്? തിരുവചനത്തിൽ സാക്ഷ്യ ശുശ്രൂഷയെക്കുറിച്ചോ അപ്പോസ്തലിക കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതിനെക്കുറിച്ചോ യേശുവിൻ്റെ കാലത്തുള്ള സാക്ഷ്യത്തെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ അന്നത്തെ സാക്ഷികളുടേതായിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് യേശുവിൻ്റെ ശുശ്രൂഷ വളർത്തുവാൻ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എന്ത് കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയമല്ല ഇവിടെയുള്ളൂ. ആണോ? അല്ല. മേക്ക് ദ പോയിന്റ്. അപ്പോൾ അരുൺ ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തല പ്രവർത്തികളെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊക്കെ പറഞ്ഞു. നമ്മുടെ ആരാധന മനോഹരമാണ്. അതൊക്കെ ഞാൻ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന കാര്യം. ഒരു ഓർത്തഡോക്സ് പ്രസംഗത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ട്. ഇവിടുത്തെ ചോദ്യം അതല്ല. ചോദ്യം പറഞ്ഞാൽ വാട്ട് ഷുഡ് യു ഡു ടുഡേ ദിസ് മോഡേൺ ടൈംസ്, അതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് പൂർണ്ണമായിട്ടൊരു ഉത്തരം കണ്ടെത്തുവാൻ അരുണ് കഴിഞ്ഞില്ല. ഞാൻ പ്രസംഗിച്ചു. സാധാരണ ഒരു പ്രസംഗം വളരെ പ്രസക്തമായ പ്രസംഗമാണ്, നല്ല പ്രസംഗമാണ്, ഒക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഇവിടെ നാം നോക്കുമ്പോൾ ഒരു ആത്മീയ ദർശനമാണ് ആവശ്യമായിരിക്കുന്നത്. ആ ആത്മീയ ദർശനത്തിൽ നിന്നുകൊണ്ട് എപ്രകാരമാണ് ആരാധനയിൽ സാക്ഷ്യശുശ്രൂഷ പങ്കെന്ന് ചോദിക്കുമ്പോൾ അവിടെ മുഖ്യ കാർമ്മികനായിട്ട് വരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുവെങ്കിൽ മാത്രമേ ഒരാൾക്ക് സാക്ഷ്യം പറയുവാൻ കഴിയുകയുള്ളൂ. തന്നെയല്ല, അനുഭവമാണ് സാക്ഷ്യം. അപ്പോൾ നാം ആ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നാം ബാക്കി എന്തെല്ലാം ആരാധന നടത്തിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ല. അപ്പോൾ പരമപ്രധാനമായിട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യശുശ്രൂഷയുടെ കാര്യം പറയാൻ കാരണം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ലോകത്തിൽ തന്നെ ക്രൈസ്തവ സഭ ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 21-ാം നൂറ്റാണ്ടിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ വളർന്ന ക്രൈസ്തവ സഭ ഇന്ന് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെയും നോക്കുമ്പോൾ അനേക സഭ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തിടെ നാം കേട്ടല്ലോ, അവിടുത്തെ പള്ളികളെല്ലാം പലവിധമായിട്ടുള്ള നാടകശാലകൾക്കും റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നു. യാഥാർത്ഥ്യമാണ്. ഞാൻ അവിടെ സാധാരണയായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന വ്യക്തിയാണ്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ. പക്ഷേ അതിൻ്റെ കാരണം എന്താണ്? സാക്ഷ്യ ശുശ്രൂഷയുടെ അഭാവമാണ്. കാരണം അവിടെ കടന്നു വരുന്നത് 60-70 വയസ്സുള്ളവർ മാത്രമാണ്. ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ കഴിയുന്നില്ല. ഇന്നത്തെ ആധുനിക യുവത്വത്തിനും ആവശ്യമായിരിക്കുന്നത് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാൻ കഴിയണമെങ്കിൽ എല്ലാം നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നു. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു മാതാപിതാക്കന്മാർ എന്നെ ഒരു പയ്യനെ വിളിച്ചോണ്ട് വന്നു. അവൻ്റെ 10-12 വയസ്സുണ്ട്. വന്നു. ഞാനപ്പോൾ പള്ളിയിൽ പോയി പറഞ്ഞു, ബ്രദർ ഇവനെ ഒന്ന് ഉപദേശിക്കണം. അമേരിക്കയിലെ പിള്ളേരെ ഉപദേശിക്കുന്ന വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു നോക്കാം. വന്നു, എന്നോടൊന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പള്ളി വരാൻ തീരെ കാണുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ എന്നെ ചെറുപ്പം തൊട്ട് പള്ളിയിൽ പോയി വളർത്തിയാണ്. പക്ഷേ ഇവൻ തീരെ ബ്രദറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.
അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ, വാട്ട്സ് യുവർ പ്രോബ്ലം? ഞാൻ എല്ലാ ആഴ്ച അവിടെ പോയി ഡ്രാമ കാണാൻ എനിക്കിഷ്ടമില്ല. അങ്കിൾ, ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡ്രാമ. അവിടെ ചെല്ലുമ്പം കർട്ടൻ വലിക്കും, പിന്നെ ചില കാര്യങ്ങളൊക്കെ കാണും, കർട്ടൻ ഇടും, പിന്നെ ഇടയ്ക്കൊരു മണിയടിക്കും. അപ്പോൾ ദിസ് സെയിം തിങ് ഈസ് റിപ്പീറ്റഡ്. വൈ ഷുഡ് ഐ ഗോ ഫോർ സം റിപ്പീറ്റേഷൻസ് ലൈക്ക് ദിസ്? അവിടെ വേറൊന്നുമില്ല. സംതിങ് ഈസ് പ്രിൻറ്റഡ് ആൻഡ് ദാറ്റ് ഈസ് ബീങ് ചാൻറ്റഡ് വീക്സ് ആഫ്റ്റർ വീക്സ്. എന്ന് പറഞ്ഞാൽ അവിടെ ചിലതൊക്കെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാ ആഴ്ചയും പതിവ് പോലെ അത് മുറയാതെ നടക്കുന്നു. ഇനി ഞാനതിന് അവിടെ പോകേണ്ട കാര്യം? ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. These people say they have what experience they have. So, why should I go? You tell me. Why should I do something of which I don't have any experience? എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യം എന്താ ചെയ്യേണ്ടത്? ഇവർ പറയുന്നു പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താ? ഇങ്ങനെ ഈ തരത്തിലുള്ള ആരാധനയാണ്. There is no living experience. That's the problem. അപ്പോൾ ഈ ലിവിങ് എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരുന്നതാണ് ആരാധനയുള്ള സാക്ഷ്യം. യേശു എനിക്ക് മതിയാവനായിരുന്നു. ഇപ്പോൾ ബലഹീന ഞാൻ നയിക്കുന്ന ശുശ്രൂഷയിൽ ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ വന്നാൽ 12 വയസ്സ് 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അവിടെ സാക്ഷ്യമുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. കാരണം അവിടെ മാതാപിതാക്കന്മാർ ആ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്, ആ മക്കളെ ആ അനുഭവത്തിൽ വളർത്തിയതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് മുഖാന്തരമാകും. അപ്പോൾ അവരോട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യവും കർത്താവ് പറഞ്ഞ കാര്യം എന്നാണ് പറയേണ്ടത്. വർത്തമാനകാല ജീവിതത്തിൻ്റെ ജ്വലിക്കുന്ന ദൈവിക അനുഭവങ്ങളാണ് സാക്ഷികളായി മാറേണ്ടത്. അവർ എന്നോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നു. അപ്പോൾ ഇനി മേലാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം. വി ഹാവ് ടു മോർ ടെസ്റ്റിമണീസ്. നമ്മുടെ അനുഭവങ്ങൾ അതിനെ ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഇടവകളെ ഉണർത്തുവാൻ കഴിയും. ഒരു അവസരം കൊടുത്തായിട്ട് എത്ര പേര് മുന്നോട്ട് അനുഭവങ്ങളുണ്ട്, പക്ഷേ പറയാൻ സാധ്യമല്ല. എൻ്റെ പ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പ്രായത്തിനോടൊപ്പം എൻ്റെ ആയുസ് ഒരിക്കൽ പോലും എനിക്ക് നമ്മുടെ ഇടവകയിലോ എൻ്റെ സഭയിലോ എനിക്കൊരു സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുമില്ല. എന്നാൽ ഞാൻ 10,000 സാക്ഷ്യങ്ങൾ ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പറയൂ, ശരിയാണോ? റൈറ്റ്? അതാ ഞാൻ ആദ്യമേ ചോദിച്ചാൽ പറയുന്ന വിഷമമുണ്ടോ? ഇല്ല, സന്തോഷമാണ്. പക്ഷേ കൂടുതൽ എനിക്ക് പറയാൻ ഉള്ള പരിധി ഇവിടെ ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ. പിന്നെ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു അനുസൃതമായിട്ട് പോകേണ്ട കാര്യമല്ല. നമ്മളതിനു വേണ്ടി തയ്യാറാകണം. ഒരു ഔട്ട്ലൈൻ ഉണ്ടാകണം. 6 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ 8 മിനിറ്റെങ്കിലും തയ്യാറാകണം. എങ്കിലും ഇവിടെ വന്നാൽ 6 മിനിറ്റെങ്കിലും കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ഈ പ്രസംഗത്തിലുള്ളൊരു കാര്യം 2 കാര്യം അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഫംബിളെന്ന് പറയും. ഫംബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഷിക്കറിയാം, റോഷി ഒരു പ്രാസംഗികനാണ്. ഞാൻ പറയുന്നത്, ഇന്ന് ഏതോ അപശബ്ദം കേട്ട് പിശാച് വളരെ വിദഗ്ധമായിട്ട് പ്രവർത്തിച്ച് നിർത്തിപ്പോയി അതുപോലെ. അതുകൊണ്ട് നീ കേട്ട് എൻ്റെ പ്ലീസ് ക്യാമറ ഇവിടെ പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ അപശബ്ദങ്ങൾ കേൾക്കുമെന്ന് പരിശോധിക്കണം. ഓൾറൈറ്റ്. അതിനെ ഞാൻ വലിയൊരു ബെല്ല് 2 ബെല്ല് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഈ അപശബ്ദം കയറി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2 ബെല്ല് ഇടത്തും വലത്തും വെച്ചാൽ നിൽക്കുന്നത്. എന്നിട്ടത് സംഭവിച്ചു പോട്ടെ. അപ്പോൾ ഉദയോട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫംബിൾസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഒരു കാര്യം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുക. കർത്താവ് യേശു ക്രിസ്തു വന്നു. കർത്താവ് അങ്ങോട്ട് പോയി കേൾക്കുന്നതിൽ നിന്നും പോരടിക്കും. രണ്ടാമത്, ഗ്യാപ്സ്. ഒരു പ്രസംഗത്തിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. നമ്മൾ പറയുന്ന അനുസൃതം പറഞ്ഞു പോകണം. ഉദയയുടെ പ്രസംഗത്തിൽ 6 ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല. നമ്മളിങ്ങനെ ആലോചിച്ചു, ഇതാണ് ഇത് കാര്യം, കർത്താവിന് സാക്ഷിയായിട്ട് പറയണം. അപ്പോൾ മക്കളോട് നമ്മൾ സാക്ഷ്യം പറയണം, മക്കൾ പറയണം, അമ്മയും അപ്പനും പറയണം, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. സാക്ഷി ആവശ്യമാണ്. അപ്പോഴേക്കും ഫ്രണ്ടിൽ ഇരുന്നവരൊക്കെ. അതുകൊണ്ട് നല്ല പ്രസംഗത്തിൻ്റെ കഴിവുണ്ട്, പൊരുളുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞെന്നറിയോ, ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? യുവർ ഓവർ കോൺഫിഡൻസ്. നമുക്ക് എവിടെ ചെന്നാലും പറയാമെന്നുള്ള ധൈര്യത്തിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ കയറി നിൽക്കുമ്പോൾ ആ ധൈര്യം അങ്ങ് പോവും. ഏത് പ്രസംഗമായിരുന്നാലും ഒരു 2-3 മിനിറ്റ് ആയാലും അതിൻ്റെ തയ്യാറെടുപ്പ് അത്യാവശ്യമുണ്ട്. ഞാൻ ലോകത്തിന് 1000കണക്കിന് പേര് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് ആ പ്രസംഗത്തിനൊരു സ്കെലിറ്റൻ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഒരു രൂപരേഖ ഉണ്ടാക്കി കഴിഞ്ഞാലേ നിൽക്കാൻ പറ്റുള്ളൂ. ഉദയക്ക് പറ്റിയതാണ്. കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുടെ സഭയിലൊക്കെ പ്രസംഗിച്ച കോൺഫിഡൻസ് ഉണ്ട്. ഇതുവരെ പാസ്റ്റർ പറയത്തില്ല, ഇങ്ങനല്ല പറയുന്നത്, പറയൂ, പറയത്തില്ല. അപ്പോൾ മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഗ്യാപ്പ് വരാൻ പാടില്ല. ആലോചിച്ച് പറയാൻ പാടില്ല. മക്കളോട് നമ്മൾ അങ്ങനെ പറയണം. തിരുവചനത്തിൽ യശയ്യാവ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാണ്. കാരണം ഞാൻ ഔട്ട്റൈറ്റ് പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് അത്രമാത്രം ബോധ്യമുള്ളതുകൊണ്ടാണ്. ഓൾറൈറ്റ്.
അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നല്ല പ്രസംഗമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം എടുത്തു കളഞ്ഞായിരുന്നെങ്കിൽ താങ്കൾക്ക് 2 മാർക്ക് കൂടെ കൂടുതൽ കിട്ടും. ഗ്യാപ്പിന് 1 മാർക്ക് ഞാൻ കുറയ്ക്കും, അതോടൊപ്പം തന്നെ ഫംബിൾസിന് വീണ്ടും 1 മാർക്ക്, പിന്നെ മാർക്ക് കുറച്ച് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. റൈറ്റ്. റോഷി തോമസ്, താങ്കളൊരു പ്രാസംഗികനാണ്, പക്ഷേ ചെവി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, അത്യാവശ്യമാണ്. ബ്യൂട്ടിഫുൾ സ്പീച്ച്, ഡെലിവറി വാസ് വെരി ഗുഡ്, പൊരുൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ താങ്കൾക്ക് 6 മാർക്കാണ് ഞാൻ തരാൻ തയ്യാറായി. പക്ഷേ താങ്കളുടെ അപശബ്ദം 1/2 മാർക്ക് എടുത്തു കളയാൻ എന്നെ നിർബന്ധിക്കുന്നു. കാരണം 5 മിനിറ്റ് 54 സെക്കൻഡ്, ഞാൻ എങ്ങനെയും 6 മിനിറ്റ് തയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റോപ്പ് വാച്ചിലും മിസ്റ്റർ ടൈറ്റസിൻ്റെ സ്റ്റോപ്പ് വാച്ച് എല്ലാം ഇങ്ങനെ നോക്കണമെങ്കിൽ താങ്കളും കൂടെ എങ്ങനെ പറഞ്ഞു തരാനും പറ്റത്തില്ല. ഇങ്ങനെ 6 മിനിറ്റ് തയ്ക്കട്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ഞങ്ങൾ 2 പേരും ആവോളം ശ്രമിച്ചിട്ടും 5 മിനിറ്റ് 54 സെക്കൻഡ് ആയപ്പോഴേക്കും നിന്നുപോയി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപശബ്ദത്തെക്കുറിച്ച് പിടിക്കാനിടയായത്. എനിവേ, ഞാൻ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കല്ല അത്രയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം 7 പിന്നെ ഡിസ്ക്വാളിഫൈ ആവുമല്ലോ എന്നുള്ളത്. നോ ഡിസ്ക്വാളിഫിക്കേഷൻ, ഓൺലി ടോട്ടൽ മാർക്സിൻ്റെ അല്ല 7 മിനിറ്റ് കഴിഞ്ഞാലും ഡിസ്ക്വാളിഫിക്കേഷൻ. ഒരു പ്രസംഗ മത്സരത്തിലും ഡിസ്ക്വാളിഫൈ ചെയ്യില്ല. ദ തിങ് ഈസ് ദേ വിൽ റെഡ്യൂസ് യുവർ മാർക്സ്. ഇപ്പം നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ കോളേജിലൊക്കെ ഉള്ള പ്രസംഗം, നമ്മൾ ഇൻ്റർനാഷണൽ പ്രസംഗ മത്സരമൊന്നും പോയിട്ടില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി ഡിബേറ്റ്സൊക്കെ ഞാൻ ഇഷ്ടംപോലെ പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പോയിന്റ് ഇതാണ്, പല മാനറിസം ഉണ്ട്. ചില ആദ്യം പ്രസംഗിക്കുമ്പം ഒരു പ്രസംഗം, ഹലോ മേതിലിരിക്കുന്ന ശ്രോതാക്കൾ, വിശിഷ്ടാദികൾ, അവസാനം നിർത്താൻ നോക്കണമെങ്കിൽ ഒരു മാർഗ്ഗമില്ല. അവസാനം 2 കുടയായിട്ട് 2 പേര് രണ്ടെന്ന് പുറകോട്ടുമ്പോൾ കുട വെച്ച് ഓരോ കുത്തു കൊടുക്കും. പല രീതിയിലുള്ള ഇതൊരു വലിയ അഭ്യാസമാണ് ഈ പ്രസംഗ കലയെന്ന് പറയുന്നത്. അതുകൊണ്ട് താങ്കൾ അത് ശ്രദ്ധിച്ചില്ല. ബട്ട് എനിവേ, നമുക്കതിന് അതുകൊണ്ട് ഈ വാണിംഗ് തരുന്ന 6 മിനിറ്റ് കഴിയുമ്പോൾ. സോ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ 2 വാചകം കൊണ്ട് പറഞ്ഞാൽ നിന്നു പ്രസംഗം അവിടെ വെച്ച് തീരുകയാണ്. ബ്യൂട്ടിഫുൾ സ്പീച്ച്, 6 മാർക്ക് തരണം. എങ്കിലും ഞാൻ ഈ കലയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, 1/2 മാർക്ക് കുറച്ചേ മതിയാകത്തുള്ളൂ. യു ഗെറ്റ് 5.5 മാർക്സ്. വെരി ഗുഡ്. നല്ല ഡെലിവറി, നല്ല പ്രസൻറ്റേഷൻ, നല്ല ഡിസെക്ഷൻ, ഓൾ ദറ്റ് ഐ എം അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. റൈറ്റ്. വേണമെങ്കിൽ 6 മാർക്ക് വരെ ഞാൻ പോയാലും കൺക്ലൂഡ് ചെയ്തായിരുന്നെങ്കിൽ. പക്ഷേ 5.5 മാർക്ക് 6 മാർക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ ബെല്ലടിച്ചു. വെരി ഗുഡ്. സോ ഞാൻ പറഞ്ഞതിന് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കും. ഉദയയ്ക്ക് വിഷമമുണ്ടോ? അപ്പോൾ നല്ലൊരു പ്രാസംഗികമായിട്ട് ഇനി അടുത്തൊരു പ്രസംഗ മത്സരം ഞാൻ ഇവിടെ നടത്തുമ്പോൾ നല്ലൊരു പ്രാസംഗികമായിട്ട് കയറി വരണം. മനസ്സിലായില്ലേ? അപ്പോൾ അരുൺ ജേക്കബ് ഒരു പൊതുവായ ദർശനത്തിലേക്ക് വരണം. നമ്മുടെ സഭയുടെ ദർശനമല്ല, പിന്നെയോ വിശാലമായ ഒരു എക്യുമിനൽ ദർശനത്തിലേക്ക് വന്നാണ് നാം പറയുന്നത്. ഓൾറൈറ്റ്. സോ വളരെ 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 പ്രയാസമേറിയ ഒരു മത്സരമായിരുന്നു. യു ഡിഡ് വെൽ. റോഷി തോമസ് ഗെറ്റ്സ് 5.5 മാർക്സ്. ഹി ഗെറ്റ്സ് എ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അരുൺ ജേക്കബ്, 4 മാർക്സ്. ഞാൻ അധികം കുറച്ചില്ല. പിന്നെ ഉദയായ്ക്ക് മാർക്ക് തരാൻ ഞാൻ നിർബന്ധിതനാവുന്നു, 2.5 മാർക്ക്. ഓൾറൈറ്റ്. ഓക്കെ. ആ ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ 1 മാർക്ക് കൂടെയെങ്കിലും തരാമായിരുന്നു. പക്ഷേ ഗ്യാപ്പ് 6 ഗ്യാപ്പ് വരെ ഞാൻ എൻ്റെ നിർത്തി എന്ന് പറഞ്ഞാൽ ആ സ്പേസിങ്. സോ 2.5 മാർക്സ്. എനിവേ, എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം ചെയ്തു. ഒരു വലിയ പ്രാസംഗികമാകാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ചിലപ്പം ഇതിനെ താങ്കൾ ദൈവം ഉപയോഗിക്കും. ഓൾറൈറ്റ്. ഓക്കെ. നൗ ഗിവ് മീ ദ ഫൈനൽ മാർക്സ്. Ms. Raji, will you please give me the scorecard? Mr. Roshi Thomas gets the first prize with 22.5 marks. Yes, give me a big hand. 22.5 marks. Mr. Roshi Thomas gets a first prize. And the second prize to Mr. Arun Jacob, 21 marks. Yes, Mr. Arun Jacob, 21 marks. Very good. And Mrs. Udaya, 19.5. Oh, very good. Ms. Udaya gets 19.5 marks. Very good. വിഷമിക്കാനൊന്നുമില്ല. കാരണം എല്ലാവർക്കും അടുത്ത റൗണ്ടിലേക്കുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം. ഇനിയും നമുക്ക് 4 റൗണ്ട് കൂടി പോകാനുണ്ട്. ഓൾറൈറ്റ്. അടുത്ത സമ്മാനദാനമാണ്. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അനേകരെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാനും കർത്താവിനെ അനേകർ കാണിച്ചു കൊടുക്കുവാനും ദൈവവചനത്തിലേക്ക് അനേകരെ ആനയിക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.